നമസ്കാരം. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരനാണ് മരിച്ചത്. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ ഈ വർഷം സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ച് മരിച്ചവരുടെ എണ്ണം 4 ആയി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ സ്ഥിരീകരിച്ച യുവാവിന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ബൈപ്പാസിൽ ഉണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് മസ്തിഷ്ക മരണം. ഇടുക്കി സ്വദേശിയായ അനന്തുവാണ് മരിച്ചത്. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു. ഇരയുടെ സഹായാഭ്യർത്ഥന അവഗണിച്ചുവെന്നാരോപിച്ച് മന്ത്രി ഒ.ജെ. ജനീഷിനെതിരെയും വിമർശനമുയർത്തി CPIM. മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. KSRTC ഓർഡിനറി ബസ്സുകളിൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും സൗജന്യയാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോ അങ്കണത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഇതൊരു അഭിമാന നിമിഷമാണ്. സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഒരു മാസം തികയുന്ന 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൗജന്യ യാത്രയുടെ 1ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സ്വകാര്യ വാഹനങ്ങളുടെ സാന്ദ്രത കുറയ്ക്കുന്നതിനുമുള്ള സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീകളോടുള്ള ആദരവിന്റെ പ്രതീകമാണ് ഈ സൗജന്യയാത്രാ പദ്ധതിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത മന്ത്രി CP ജോൺ സംസ്ഥാനത്തെ 3125 ഓർഡിനറി KSRTC ബസ്സുകളിൽ ഇന്നു മുതൽ എല്ലാ വിഭാഗം സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും സൗജന്യമായി യാത്ര ചെയ്യാമെന്നറിയിച്ചു. സൗജന്യയാത്രയുടെ ആദ്യ സീറോ വാല്യൂ ടിക്കറ്റ് കൈമാറിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വനിതാ യാത്രക്കാരും പങ്കെടുത്ത ആദ്യ യാത്രാ ബസ് സെക്രട്ടേറിയറ്റിലേക്ക് പുറപ്പെട്ടു. വഴിനീളെ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ ബസ്സിന് സെക്രട്ടേറിയറ്റിന് മുന്നിലും ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. പ്രിയദർശിനി പദ്ധതിക്ക് തൃശൂർ ജില്ലയിൽ വിപുലമായ തുടക്കം. മാള, ചാലക്കുടി, കൊടുങ്ങല്ലൂർ ഡിപ്പോകളിൽ നടന്ന ചടങ്ങുകളിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും 100 കണക്കിന് നാട്ടുകാരും പങ്കാളികളായി. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി വനിതകൾക്കായുള്ള സൗജന്യ ബസ് യാത്രയ്ക്ക് മാള KSRTC ഡിപ്പോയിൽ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് തുടക്കം കുറിച്ചു. മെയ് മാസം 18-നാണ് സംസ്ഥാന ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ അധികാരമേറ്റത്. ആദ്യ ക്യാബിനറ്റിലെടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനമാണ് ജൂൺ മാസം 15-ാം തീയതി മുതൽ UDF സർക്കാർ അധികാരത്തിലേക്ക് വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യ ഇനങ്ങളിൽ ഒന്ന് KSRTCയിലെ സൗജന്യ യാത്ര നടപ്പിലാക്കുമെന്ന തീരുമാനം ആദ്യ ക്യാബിനറ്റിലെടുത്ത ഏറ്റവും ആദ്യത്തെ തീരുമാനങ്ങളൊന്നാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ വാഗ്ദാനമാണ്. അത് അടുത്ത തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയത്തല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരമേറ്റാൽ ഏറ്റവും ആദ്യം തന്നെയാണ് ആ വാഗ്ദാനം നടപ്പിലാക്കേണ്ടതെന്നുള്ള
ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ശ്രീ വി ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ശ്രീ വി ഡി സതീശൻ സർക്കാർ, കേരളത്തിൻ്റെ UDF സർക്കാർ ഈ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നത്. ഈ തീരുമാനം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ഇതോടുകൂടി KSRTC എന്ന സംവിധാനം ആകെ തകർന്നു പോകും, പൊതുവെ നഷ്ടത്തിലും ലാഭത്തിലുമല്ലാത്ത KSRTC എന്ന പിന്നെ ഈ ഒരു ശൃംഖല തന്നെ ഇല്ലാതാകും. അതോടൊപ്പം ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നു. പക്ഷെ സർക്കാരിനെ സംബന്ധിച്ച് ഒരു നിശ്ചയദാർഢ്യം ഈ വിഷയത്തിലുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് എടുത്തൊരു തീരുമാനം, ഇതിൻ്റെ സാമ്പത്തിക ഭാരം KSRTCയുടെ തലയിൽ കെട്ടിവെക്കില്ല എന്നുള്ളതാണ്. പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് മുഖ്യാതിഥിയായി. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നേതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചാലക്കുടി KSRTC ഡിപ്പോയിലും വനിതകളുടെ സൗജന്യ യാത്രാ സർവീസിന് തുടക്കമായി. സനീഷ് കുമാർ ജോസഫ് MLA സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KV പോൾ, വാർഡ് കൗൺസിലർ VJ ജോജി, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് നിലവിൽ 23 ഓർഡിനറി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. മെഡിക്കൽ കോളേജ്, മലക്കപ്പാറ ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലേക്ക് പ്രതിദിനം 186ഓളം ട്രിപ്പുകളാണ് നടത്തുന്നത്. അതേസമയം ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായുള്ള സ്ത്രീകളുടെ സൗജന്യ ബസ് സർവീസിന് കൊടുങ്ങല്ലൂരിലും തുടക്കമായി. കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് വടക്കേനടയിൽ പതാക ഉയർത്തി പ്രിയദർശിനി സർവീസ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ VM ജോണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KSRTC യൂണിറ്റ് ഇൻസ്പെക്ടർ P ദിലീപ് കുമാർ, ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകർ, നൂറുകണക്കിന് പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന സർക്കാർ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമായാണ് പ്രിയദർശിനി പദ്ധതിയെ ചടങ്ങിൽ വിശേഷിപ്പിച്ചത്. മീഡിയ ടൈം, മാള. പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മഹിളാ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും മധുര പലഹാര വിതരണവും നടത്തി. കോൺഗ്രസ് നേതാവ് TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ 2 രൂപയുടെയോ 3 രൂപയുടെയോ ആനുകൂല്യം ഒരുപക്ഷെ ലഭിക്കുമായിരിക്കാം. പക്ഷേ അവർക്കൊരു ദിവസം 70 or 75 രൂപയുടെ ആനുകൂല്യം കിട്ടുക എന്ന് വെച്ചാൽ ഒരുപക്ഷെ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക മാറ്റത്തിന് അത് നാടി കുതിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഷീല വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡാർലി പോൾ എന്നിവർ മുഖ്യാതിഥികളായി. രഞ്ജിത്ത് കൈപ്പിള്ളി, പ്രവീൺ M കുമാർ, മിനി സതീശൻ, ലിൻഡോ പള്ളിപ്പറമ്പൻ, ജോൺ വട്ടക്കാവിൽ, ഷാഫി കല്ലുപറമ്പിൽ, മോളി തോമസ്, CH സാദത്ത്, AM ബിജു, നൈജോ ആൻഡോ, ലിനോ മൈക്കിൾ, ജിനേഷ് വെട്ടിയാട്ടിൽ, ഷൈനി ബാബു എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ബൈപ്പാസിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് മസ്തിഷ്ക മരണം. ഇടുക്കി സ്വദേശിയായ അനന്തുവാണ് മരിച്ചത്. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ബൈപ്പാസിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് മസ്തിഷ്ക മരണം സംഭവിച്ചു. ഇടുക്കി പശുപ്പാറ മുരിക്കൽ വീട്ടിൽ അനന്തുവാണ് മരിച്ചത്. ഇയാൾക്കൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന എറണാകുളം പനങ്ങാട് പുതുപ്പറമ്പ് 25 വയസ്സുള്ള അംജിത്തിനും പരിക്കേറ്റു. ഇരുവരെയും നാട്ടുകാർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അനന്തുവിന് മസ്തിഷ്ക മരണം സംഭവിച്ചതായി ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ഇരുവരും മറ്റൊരു സുഹൃത്തുമായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നതായിരുന്നു. തിരിച്ചു പോകുന്നതിനിടയിൽ കോട്ടപ്പുറം ടോൾ ഭാഗത്ത് സർവീസ് റോഡിൽ വെച്ച് എതിരെ വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയും BJP ജില്ലാ പ്രസിഡന്റുമായ AR ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഇരയുടെ സഹായ അഭ്യർത്ഥന അവഗണിച്ചുവെന്നാരോപിച്ച് മന്ത്രി OJ ജനീഷിനെതിരെയും വിമർശനമുയർത്തി CPIM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിക്കെതിരെയും ഇരയുടെ സഹായ അഭ്യർത്ഥന അവഗണിച്ചുവെന്നാരോപിച്ച് മന്ത്രി OJ ജനീഷിന്റെ നിലപാടിനെതിരെയും CPIM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടന്നു. മാള ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രകടനം KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പോലീസ് തടഞ്ഞു.
തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകൾ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഗുണ്ടാ മാഫിയ ക്രിമിനൽ സംഘപ്രവർത്തനങ്ങൾക്ക് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതൃത്വം കൊടുത്ത് കൊടുങ്ങല്ലൂരിന്റെ ജില്ലയുടെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് നിരവധി കാലം ജയിലിലാക്കി LDF ഗവൺമെന്റ് ജയിലിലാക്കിയ നേതാവാണ്. ഈ അടുത്ത കാലത്താണ് ജയിൽ വിമോചിതനായി അദ്ദേഹം തിരിച്ചു നാട്ടിലേക്ക് വന്നത്. ജയിൽ വിമോചിതനായി നാട്ടിലേക്ക് വന്ന ഉടനെ അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ ഭാരതീയ ജനതാ പാർട്ടി അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു നിയമനം നൽകി. BJPയുടെ ജില്ലാ കമ്മിറ്റിയെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാര് എന്ന് ചോദിച്ചപ്പോ ആ ആളാണ് നമ്മുടെ AR ശ്രീകുമാർ. ശ്രീകുമാറിന്റെ പേരിൽ ഇപ്പോ കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുത്തിട്ടുണ്ട്. ആ കേസ് അങ്ങനെ എടുക്കരുത് എന്നാണ് ഗവൺമെന്റിന്റെ നിലപാട്. പക്ഷേ ഗവൺമെന്റ് നിലപാടിനൊപ്പം സഞ്ചരിക്കാൻ പോലീസിന് കഴിയാത്തതിന്റെ പരിമിതികൾ AR ശ്രീകുമാറിന്റെ ഭാര്യ പോലീസിന് രേഖാമൂലം നൽകിയ മൊഴിയുണ്ട്. എന്നെ കൊല്ലാൻ ശ്രമിച്ചു, സ്വന്തം ഭർത്താവ് തന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഇത് മാധ്യമങ്ങളിലെല്ലാം പുറത്തു വന്ന വാർത്തയല്ലേ. ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വധശ്രമ കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ സംരക്ഷിക്കുന്നത് BJP കോൺഗ്രസ് ഒത്തുകളിയുടെ ഭാഗമാണെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. പരിക്കേറ്റ യുവതിക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും സഹായം തേടിയപ്പോൾ മന്ത്രി OJ ജനീഷ് പുലർത്തിയ സമീപനം സത്യപ്രതിജ്ഞയുടെയും ഭരണഘടനയുടെയും ലംഘനമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇരയ്ക്ക് നീതി ലഭ്യമാക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും പ്രതിയെ സംരക്ഷിക്കുന്ന നടപടികൾ ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം M രാജേഷ്, TK സതീശൻ, CS രഘു, KV ഉണ്ണികൃഷ്ണൻ, ധനുഷ് കുമാർ, സിന്ധു ജയൻ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം മാള. കേന്ദ്ര സർക്കാരിന്റെ പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CITU ചാലക്കുടി ഏരിയ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. ചാലക്കുടി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ പൊതുയോഗം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് A സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അവിടെ നിന്നെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന സംഗതി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിലയിൽ ഓരോ പ്രാവശ്യവും ഉണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി ഡോളറുമായിട്ട് ഉറുപ്പികയുടെ വിലയിൽ വരുന്ന മാറ്റത്തിനനുസൃതമായി എല്ലാം വിലയിൽ മാറ്റം വരുമായിരുന്നു. പക്ഷേ കുറേ കാലം മുമ്പ് അത് പെട്ടെന്ന് നിന്നു. ഒറ്റ കാര്യമുള്ളൂ, 2-3 കൊല്ലത്തിന് മുമ്പ് യുക്രൈനിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക റഷ്യക്കെതിരെ നിരോധനം കൊണ്ടുവന്നു. CITU ചാലക്കുടി ഏരിയ പ്രസിഡന്റ് KP തോമസ് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി EA ജയതിലകൻ, VP ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ബൈപ്പാസിൽ ഉണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് മസ്തിഷ്ക മരണം. ഇടുക്കി സ്വദേശിയായ അനന്തുവാണ് മരിച്ചത്. അപകടത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റു. ഇരയുടെ സഹായാഭ്യർത്ഥന അവഗണിച്ചുവെന്നാരോപിച്ച് മന്ത്രി OJ ജനീഷിനെതിരെയും വിമർശനമുയർത്തി CPIM. മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.